നമസ്കാരം. അതിപ്രാചീനമായ കാലം മുതൽ ഭാരതീയർ ആരാധിക്കുന്ന ദേവി തന്നെയാണ് സാക്ഷാൽ കാളി. ദുർഗാദേവിയുടെ ഉഗ്രമായ ഭാവത്തെ തന്നെയാണ് ഭദ്രകാളിയായി സങ്കല്പിക്കുന്നത്. ശിവപ്രിയയായും ശിവപുത്രിയായും പൊതുവെ രണ്ട് ഭാവങ്ങളിലാണ്, രണ്ട് സങ്കല്പങ്ങളിലാണ് ഭദ്രകാളി അഥവാ കാളിയെ കണക്കാക്കുന്നത്. എങ്കിൽ കൂടിയും ദുരിതങ്ങളകറ്റി ഐശ്വര്യവും മഹാഭാഗ്യവും അനുഗ്രഹിക്കുന്ന അമ്മ തന്നെയാണ് സാക്ഷാൽ ഭദ്രകാളി. അമ്മ സാക്ഷാൽ ഭദ്രകാളി ഭൂതപ്രേത പിശാചുകളെയും മഹാമാരികളെയും മറ്റ് ദുർമൂർത്തികളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി തരുന്നു. ഭക്തരായ നിരാലംബർക്ക് ആശ്രിതവത്സരയായ മാതാവും ദുഷ്ടർക്ക് അതിക്രൂരയായ സംഹാരിണിയുമാണ് സാക്ഷാൽ ഭദ്രകാളി. കാളിദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ എവിടെയും നമുക്ക് വിജയം സുനിശ്ചിതമാണ്. ഏതു രീതിയിലുള്ള പ്രതിസന്ധിയെയും മറികടക്കുവാനും സാധിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന കാളി മന്ത്രം ഒരു സംരക്ഷണ കവചം കൂടിയാണ്. ഇത് ജപിച്ചതിന് ശേഷം ഏത് കാര്യത്തിനിറങ്ങി തിരിച്ചാലും നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കുന്നതാണ്. കൂടാതെ ശത്രുദോഷവും ദൃഷ്ടിദോഷവും മാറുന്നതാണ്. എല്ലാ ദിവസവും 36 തവണ വീതം ഇത് ജപിക്കേണ്ടതാകുന്നു. മന്ത്രം ഇപ്രകാരമാകുന്നു: കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഇതാണ് ആ മന്ത്രം. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ശാരീരികമായും മാനസികമായും ശുദ്ധിയില്ലാത്ത അവസരങ്ങളിൽ ഈ മന്ത്രം ജപിക്കുവാൻ പാടുള്ളതല്ല. സ്ത്രീകളാണെങ്കിൽ ആർത്തവ സമയത്തിന് 7 ദിവസത്തിന് ശേഷം ഈ മന്ത്രജപം തുടരാവുന്നതാണ്. അടുത്തതായി പറയുന്നത് ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രമാണ്. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമഃ. മന്ത്രം ഒന്നുകൂടി ജപിക്കാം. ഓം ഐം ക്ലീം സൗ ഹ്രീം ഭദ്രകാളിയൈ നമഃ. ഭദ്രകാളി ദേവിയുടെ ഈ മൂലമന്ത്രം 108 തവണ ജപിച്ചതിനു ശേഷം കവചമന്ത്രം ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. 10 രൂപങ്ങളാണ് കാളിദേവിക്കുള്ളത്. ഇത് ദശമഹാവിദ്യകൾ എന്നറിയപ്പെടുന്നു. കാളി, താര, ഷോഡശി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധൂമാവതി, ബഗളാമുഖി, മാതങ്കി, കമലാദേവി എന്നിവയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന ദേവിയായ ഭദ്രകാളി ദേവിയെ ആരാധിച്ചാൽ ചൊവ്വാഗ്രഹ ദോഷങ്ങൾ ശമിക്കുമെന്നും മീനം വൃശ്ചികം ലഗ്നത്തിൽ ജനിച്ചവരും ഭദ്രകാളി ദേവിയെ ഉപാസിച്ചാൽ ശുഭാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്.